Hi friends, in the video swagatham. Ini ഞാനൊരു സമൂസ പാർസലുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സമൂസ പാർസൽ എന്ന് പറയുമ്പോൾ ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞു പോയതാണ്. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് ആണ്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ തൊട്ടടുത്ത് കുഞ്ഞു ബെൽ ഐക്കണും കൂടെ വരും. അതും കൂടെ പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും മേലെയുള്ള ഓൾ എന്ന ഓപ്ഷൻ പ്രത്യേകം സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സ്വീറ്റ് സമൂസ പാർസൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്കൊരു 2 ടേബിൾ സ്പൂണല്ല 2 ടീസ്പൂണാണ് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് എത്രയാണോ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ആദ്യം ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടും കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ആ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് റോസ്റ്റായിട്ട് വരുന്ന സമയത്ത് കുറച്ച് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് റോസ്റ്റായിട്ട് വരുമ്പോൾ 1 കപ്പ് തേങ്ങയാണ്, ചിരവിക തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി, അത് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണ്ട. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ കുത്തിയിട്ട് ഇട്ട് കൊടുത്താലും മതി, ആ ബ്ലാക്ക് പാർട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. എന്നിട്ട് അതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതെല്ലാം കൂടെ സൈഡിലാക്കിയിട്ട് ഈ സെൻറ്റർ ഭാഗം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് ആ സെൻറ്റർ ഭാഗത്തേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഒരു ഫില്ലിങ് തയ്യാറാക്കി എടുത്താൽ. എന്നിട്ട് ഇതുപോലെ അങ്ങ് ചിക്കി പരത്താം. ആ മുട്ട ഇതുപോലെ ചിക്കി പരത്തിയതിന് ശേഷം പിന്നെ തേങ്ങയിലേക്ക് തേങ്ങയുടെ മിക്സിയിലേക്കും കൂടെ മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ കൂടുതൽ ടൈം വെക്കേണ്ട ആവശ്യമില്ല, ഇത്രയും മതിയാവും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പത്തിരി പരത്തണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ അരിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ചപ്പാത്തി മാവിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കുക. എത്ര കറക്റ്റ് വെള്ളം ഞാൻ പറയുന്നില്ല, നമുക്കറിയാലോ എങ്ങനെയാണ് ചപ്പാത്തി മാവിനൊക്കെ കുഴച്ചെടുക്കുക എന്ന്. ആ രീതിയിൽ നമുക്കിത് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് ഒരു 10 മിനിറ്റ് നേരമെങ്കിലും നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം സൈസിലുള്ള ഓരോ ബോൾസ് ആക്കിയിട്ട് ഇതെടുക്കാം. ഇങ്ങനെ ഓരോ ബോൾസ് ആക്കിയിട്ട് നമുക്കെടുക്കാം. എന്നിട്ടിത് പരത്തിയെടുക്കണം കേട്ടോ നമുക്ക്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാം ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കാം. വളരെ നൈസായി പോവുകയും ചെയ്യരുത്, എന്നാലോ ഭയങ്കര കട്ടി ഉണ്ടായി പോവുകയും ചെയ്യരുത്. ആ രീതിയിലാണ് നമുക്ക് പരത്തിയെടുക്കുക. ഇപ്പോൾ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം കേട്ടോ. ഈ രീതിയിൽ തന്നെ ചെയ്യണമെന്ന് ഒട്ടും നിർബന്ധമില്ല. ഈ രീതി റിസ്ക്കാണ് തോന്നുന്നവർക്ക് ഈ രീതി ഒഴിവാക്കാൻ. ഞാൻ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു ഫസ്റ്റ് പോർഷൻ കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു സമൂസ ലീഫിൻ്റെ പോലെയാണ് ഞാൻ ചെയ്യുന്നത്. ഇതുപോലെ അങ്ങ് ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ 3 സൈഡും ഇതുപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ അങ്ങ് കീറി കൊടുക്കണം. ലാസ്റ്റത്തെ ആ ഒരു അറ്റം വരുന്ന വരെ കീറരുത്. ഈ ഒരു സെൻറ്റർ ഭാഗം മാത്രം ഇതുപോലെ അങ്ങ് കീറി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അവിടെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗവും ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടും ഗ്യാപ്പില്ലാതെ വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇതുപോലെ അടുത്തതും ഞാൻ ഒന്ന് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ഫില്ലിങ് വെക്കുക, എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് കത്തി വെച്ചിട്ട് ഇങ്ങനെ കീറി കൊടുക്കുക. ആ പത്തിരി ഉണ്ടാക്കുന്ന റിസ്ക്കേ ഉള്ളൂ, വേറൊക്കെ എല്ലാം സിമ്പിളാണ്. പത്തിരി ഒന്ന് പരത്തിയെടുക്കുന്ന റിസ്ക് മാത്രമേ ഉള്ളൂ ഇതിന്. എന്നിട്ട് ഇതുപോലെ വേർതിരിച്ച് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ് വേണമെന്നുള്ളവർക്ക്, സ്പൈസി ആയിട്ടുള്ള ഫില്ലിങ് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സ്വീറ്റ് ആയിട്ടുള്ള ഫില്ലിംഗ് ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ പെട്ടെന്ന് തന്നെ ഇട്ട് പോയാൽ അതേ പത്തിരിയുടെ ഉള്ളൊന്നും പെട്ടെന്ന് കുക്കായിട്ട് വരില്ല.
അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ എല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും ബ്രൗൺ ആകുമ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റാം. സംഭവം നല്ല ഈസിയാണ്. ആ ഒരു പത്തിരി ഉണ്ടാക്കുന്ന പണിയല്ലാത്തതൊക്കെ ഭയങ്കര ഈസിയാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് ഇഷ്ടമാവും. അപ്പോൾ അതാ ഇതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.